വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ LGS മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാതല സർക്കാർ ആശുപത്രി ഏത്? ഓപ്ഷൻ എ തിരുവനന്തപുരം ജനറൽ ആശുപത്രി. ഇന്ത്യയിൽ ആദ്യമായി കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാതല സർക്കാർ ആശുപത്രി ഏത്? തിരുവനന്തപുരം ജനറൽ ആശുപത്രി. പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഓപ്ഷൻ ഡി 3 മിനിറ്റ് 10 സെക്കൻഡ്. ഇത് ഇന്ന് പഠിച്ച കറണ്ട് അഫയേഴ്സിലുള്ളതാണ് കേട്ടോ. ഇന്നൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ അതിൽ പഠിച്ചതാണ്. പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 3 മിനിറ്റ് 10 സെക്കൻഡ്. തമോദ്രവ്യത്തെ പറ്റി പഠിക്കാനായി യൂറോപ്യൻ യൂണിയൻ വിക്ഷേപിച്ച ബഹിരാകാശ ടെലസ്കോപ്പ് ഏത്? ഓപ്ഷൻ സി യൂക്ലിഡ്. തമോദ്രവ്യത്തെ പറ്റി പഠിക്കാനായി യൂറോപ്യൻ യൂണിയൻ വിക്ഷേപിച്ച ബഹിരാകാശ ടെലസ്കോപ്പ് ഏത്? യൂക്ലിഡ്. 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ബി മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. മയക്കുമരുന്നായ MDMA ഉപയോഗം നിയമവിധേയമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ. മയക്കുമരുന്നായ MDMA ഉപയോഗം നിയമവിധേയമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. സൂപ്പർ മാർക്കറ്റുകളിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ന്യൂസിലൻഡ്. സൂപ്പർ മാർക്കറ്റുകളിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ന്യൂസിലൻഡ്. 2025 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 19 വയസ്സിന് താഴെ ഉള്ളവരുടെ വിഭാഗത്തിൽ ജേതാക്കളായത് ആര്? ഓപ്ഷൻ സി ഇന്ത്യ. 2025 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 19 വയസ്സിന് താഴെ ഉള്ളവരുടെ വിഭാഗത്തിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യ. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റിൻ്റെ സീനിയർ നാഷണൽ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ അജിത് അഗാർക്കർ. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റിൻ്റെ സീനിയർ നാഷണൽ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അജിത് അഗാർക്കർ. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ സി VP സാനു. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണ്? VP സാനു. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് എവിടെ? ഓപ്ഷൻ ഡി ദുബായ്. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ദുബായ്. എന്താണ് ഐക്കൺ ഓഫ് ദി സീസ്? ഓപ്ഷൻ ബി ഏറ്റവും വലിയ ആഡംബര കപ്പൽ. എന്താണ് ഐക്കൺ ഓഫ് ദി സീസ്? ഏറ്റവും വലിയ ആഡംബര കപ്പൽ. നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ഓപ്ഷൻ എ 1930. നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? 1930. 56ാം GST കൗൺസിൽ മീറ്റിംഗ് നടന്നത് എവിടെ? ഓപ്ഷൻ സി ന്യൂഡൽഹി. 56ാം GST കൗൺസിൽ മീറ്റിംഗ് നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ. 2025 ലോകമാന്യ തിലക് അവാർഡ് നേടിയത് ആര്? ഓപ്ഷൻ എ നിതിൻ ഗഡ്കരി. 2025 ലോകമാന്യ തിലക് അവാർഡ് നേടിയത് ആരാണ്? നിതിൻ ഗഡ്കരി. 2025 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സച്ചിൻ യാദവ് വെള്ളി മെഡൽ നേടിയ ഇനം ഏത്? ഓപ്ഷൻ ഡി ജാവലിൻ ത്രോ.
2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സച്ചിൻ യാദവ് വെള്ളി മെഡൽ നേടിയ ഇനം ഏതാണ്? ജാവലിൻ ത്രോ. ഏത് ബഹിരാകാശ ഏജൻസിയുമായി സഹകരിച്ചാണ് ഇന്ത്യ നിസാർ ദൗത്യം വിക്ഷേപിച്ചത്? ഓപ്ഷൻ ബി ജാക്സ. ഏത് ബഹിരാകാശ ഏജൻസിയുമായി സഹകരിച്ചാണ് ഇന്ത്യ നിസാർ ദൗത്യം വിക്ഷേപിച്ചത്? ജാക്സ. കേന്ദ്ര സർക്കാരിൻ്റെ ഏതു വകുപ്പിൻ്റെ ചിഹ്നമാണ് ബോലു എന്ന ആനക്കുട്ടി? ഓപ്ഷൻ ഡി റെയിൽവേ വകുപ്പ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏതു വകുപ്പിൻ്റെ ചിഹ്നമാണ് ബോലു എന്ന ആനക്കുട്ടി? റെയിൽവേ വകുപ്പ്. സർവജ്ഞ ഹിതായ സർവജ്ഞ സുഖായ എന്ന ആശയം ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏത് ഉച്ചകോടിയുടേതാണ്? ഓപ്ഷൻ എ AI ഇമ്പാക്റ്റ് ഉച്ചകോടി. സർവജ്ഞ ഹിതായ സർവജ്ഞ സുഖായ എന്ന ആശയം ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏത് ഉച്ചകോടിയുടേതാണ്? AI ഇമ്പാക്റ്റ് ഉച്ചകോടി. 2026 ഏത് ലോക ദിനത്തിൻ്റെ പ്രമേയമാണ് സവിശേഷതകളാൽ ഒന്നിച്ച്? ഓപ്ഷൻ ഡി ക്യാൻസർ. 2026 ഏത് ലോക ദിനത്തിൻ്റെ പ്രമേയമാണ് സവിശേഷതകളാൽ ഒന്നിച്ച്? ക്യാൻസർ ദിനം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം പ്രവർത്തിക്കുന്നത് എവിടെ? ഓപ്ഷൻ ഡി സൂറത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? സൂറത്തിൽ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം ഏത്? ഓപ്ഷൻ ഡി തളിര്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം ഏത്? തളിര്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBIയിൽ ലയിച്ച വർഷം? ഓപ്ഷൻ എ 2017. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBIയിൽ ലയിച്ച വർഷം 2017. തന്നിരിക്കുന്നവയിൽ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ആനയോട്ടം? ഓപ്ഷൻ ബി ഗുരുവായൂർ ക്ഷേത്രം. തന്നിരിക്കുന്നവയിൽ ഏത് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ആനയോട്ടം? ഗുരുവായൂർ ക്ഷേത്രം. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഓപ്ഷൻ ബി ഹാൻവീവ്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഹാൻവീവ്. കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി കൊച്ചി. കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. പാലക്കയം തട്ട് വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി കണ്ണൂർ. പാലക്കയം തട്ട് വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? കണ്ണൂർ. തന്നിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏത്? ഓപ്ഷൻ ബി മലമ്പുഴ അണക്കെട്ട്. ബാക്കിയുള്ളവയെല്ലാം KSEBക്ക് കീഴിലുള്ള അണക്കെട്ടുകളാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? മലമ്പുഴ അണക്കെട്ട്. ബാക്കിയുള്ളതെല്ലാം KSEBയുടെ കീഴിലുള്ളതാണ്. ഇടുക്കി അണക്കെട്ട്, കല്ലാർകുട്ടി അണക്കെട്ട്, കക്കി അണക്കെട്ട്, ഇതൊക്കെ KSEBക്ക് കീഴിലുള്ള അണക്കെട്ടുകളാണ്. പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി വളപട്ടണം പുഴ. പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? വളപട്ടണം പുഴ. എന്തായിരുന്നു ഡറാസ് മെയിൽ? ഓപ്ഷൻ സി കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി. എന്തായിരുന്നു ഡാറാസ് മെയിൽ? കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി. സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച വർഷമേത്? ഓപ്ഷൻ എ 1998. സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച വർഷം ഏതാണ്? 1998. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് തന്നിരിക്കുന്ന പ്രസ്താവനകൾ നോക്കാം. കീഴരിയൂർ ബോംബ് കേസ് നടന്നത് 1942.
നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് ഈ സംഭവം ഉണ്ടായത്. ഡോക്ടർ KB മേനോനായിരുന്നു പ്രമുഖ നേതാവ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ശക്തമാക്കാനും വിവിധയിടങ്ങളിൽ ആളപായമില്ലാതെ സ്ഫോടനം നടത്താനും സമരക്കാർ തീരുമാനിച്ചു. ഇതാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇതിൽ ശരിയല്ലാത്തത് നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കീഴരിയൂർ ബോംബ് കേസ് നടന്നു എന്നുള്ളതാണ്. കീഴരിയൂർ ബോംബ് കേസ് നടന്നിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അപ്പം ഈ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായിട്ട് വന്നിരിക്കുന്നത് നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കീഴരിയൂർ ബോംബ് കേസ് നടന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളൊന്നും നോക്കാം. കീഴരിയൂർ ബോംബ് കേസ് നടന്നത് 1942 ഓർത്ത് വെച്ചോണം. കീഴരിയൂർ ബോംബ് കേസ് നടന്നിരിക്കുന്നത് 1942. ഡോക്ടർ KB മേനോനായിരുന്നു പ്രമുഖ നേതാവ്. കീഴരിയൂർ ബോംബ് കേസിൻ്റെ പ്രമുഖ നേതാവ് ഡോക്ടർ KB മേനോനായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ശക്തമാക്കാനും വിവിധയിടങ്ങളിൽ ആളപായമില്ലാതെ സ്ഫോടനം നടത്താനുമാണ് സമരക്കാർ തീരുമാനിച്ചത്. ഓക്കെ, ശരിയായ പ്രസ്താവനകളും കൂടെ ഓർത്തു വയ്ക്കുക കേട്ടോ. ജന്മിത്തത്തിനെതിരെ 1941 കയ്യൂർ സമരം നടന്ന പ്രദേശം ഇപ്പോൾ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി കാസർഗോഡ്. ജന്മിത്തത്തിനെതിരെ 1941 കയ്യൂർ സമരം നടന്ന പ്രദേശം ഇപ്പോൾ ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. അപ്പോൾ കയ്യൂർ സമരം നടന്നതെന്നാണ് 1941. ഈ കയ്യൂർ സമരം നടന്ന എന്തിനെതിരെയാണ്? ജന്മിത്തത്തിനെതിരെ. കയ്യൂർ ഇപ്പോൾ എവിടെയാണ്? കയ്യൂർ എന്ന് പറയുന്ന സ്ഥലം കാസർഗോഡ് ജില്ലയിലാണ്. ഓക്കെ, PSCയുടെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. 1938 രാജധാനി മാർച്ച് നയിച്ച ധീര വനിതയാര്? ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ. 1938 രാജധാനി മാർച്ച് നയിച്ച ധീര വനിത ആരാണ്? അക്കാമ ചെറിയാൻ. ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ഓപ്ഷന് ആയില്യം തിരുനാള്. ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ആയില്യം തിരുനാള്. ഇത് ഓർത്ത് വയ്ക്കാൻ എനിക്കൊരു ചെറിയ ക്ലൂ ഉണ്ട്. അതെല്ലാവർക്കും അത് യൂസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിങ്ങളോടത് ജസ്റ്റ് ഒന്ന് പറയാൻ കേട്ടോ. ചിലപ്പോൾ ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് ഇതൊന്ന് ഓർത്താലോ. അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ നാള് ആയില്യമാണ്. അപ്പം ഞാൻ വെറുതെ ചുമ്മാ കേട്ടോ, വെറുതെ വേറൊന്നും വെച്ചുകൊണ്ടല്ല, വെറുതെ പണ്ടാരം, അത് പണ്ടാരം എന്നുള്ള രീതിയിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളെന്നാണ് ഓർത്ത് വെക്കുന്നത് കേട്ടോ. നിങ്ങൾ ടീച്ചർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും പറഞ്ഞേക്കരുത്. ചുമ്മാ ജസ്റ്റ് ഫണ്ണ്, അത്രേ ഉള്ളൂ. എൻ്റെ സിസ്റ്ററിൻ്റെ നാള് ആയില്യാണ്. അപ്പോൾ അത് പണ്ടാരം, ഞങ്ങളുടെ ഇവിടെയൊക്കെ കോട്ടയം സൈഡിലൊക്കെ ചുമ്മാ വെറുതെ ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന പണ്ടാരം എന്ന് പറയുന്ന ഒരു സംസാരമുണ്ട്. വെറുതെ കോട്ടയം സൈഡിലോട്ടൊക്കെ ഇനി എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ കോട്ടയംകാരൊക്കെ ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ ചുമ്മാ പണ്ടാരം എന്നൊക്കെ പറയും. അപ്പം ഈ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണെന്നാണ് ഞാൻ അങ്ങനെ അത് ഓർത്ത് വയ്ക്കുന്നത്. ഓക്കെ, കേരള നവോത്ഥാനത്തിൻ്റെ നിർണായക ഏടുകളിലൊന്നായ ഏത് സമരത്തിൻ്റെ ആരംഭവുമായി ബന്ധപ്പെട്ട പേരുകളാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദൻ എന്നിവ? ഓപ്ഷൻ ബി വൈക്കം സത്യാഗ്രഹം. കേരള നവോത്ഥാനത്തിൻ്റെ നിർണായക ഏടുകളിലൊന്നായ ഏത് സമരത്തിൻ്റെ ആരംഭവുമായി ബന്ധപ്പെട്ട പേരുകളാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദൻ എന്നിവ? വൈക്കം സത്യാഗ്രഹം. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദൻ എന്നീ പേരുകൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ ദണ്ഡി കടപ്പുറം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ഗുജറാത്ത്. ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ ദണ്ഡി കടപ്പുറം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഏത് പ്രക്ഷോഭമാണ് 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിക്കപ്പെട്ടത്? ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം. ഏത് പ്രക്ഷോഭമാണ് 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിക്കപ്പെട്ടത്? നിസ്സഹകരണ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ഡാഫറിൻ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപവൽക്കരണ സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയ് ആരായിരുന്നു? ഡഫറിൻ. ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി, കോൺഗ്രസിലെ മിതവാദ പക്ഷത്തിന്റെ വക്താവായിരുന്നു തിലകൻ എന്നുള്ളത്. ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? കോൺഗ്രസിന്റെ മിതവാദ പക്ഷത്തിന്റെ വക്താവായിരുന്നു തിലകൻ. ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്, ഓർത്തു വെച്ചോണം. ലോകമാന്യ എന്നറിയപ്പെട്ട നേതാവ് ബാലഗംഗാധര തിലകനാണ്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണെന്നത് തിലകന്റെ വാക്കുകളാണ്. അപ്പോൾ ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഓർത്തു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. PSC മിക്ക പരീക്ഷകളിലും ചോദിക്കുന്നതാണ് കേട്ടോ. ലോകമാന്യ എന്നറിയപ്പെട്ട നേതാവ് ബാലഗംഗാധര തിലകൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകൻ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്നത് ബാലഗംഗാധര തിലകന്റെ വാക്കുകളാണ്. ഓക്കെ. വിവിധ ഗവർണർ ജനറൽ വൈസ്രോയി മാരുടെ പേരും അവരുടെ പരിഷ്കാരങ്ങളും ചുവടെ നൽകുന്നു. ശരിയായ ജോഡികളേവ? ഓപ്ഷൻ ബി 1, 2. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി. ദത്താവകാശ നിരോധന നിയമം ഡൽഹൌസി. വിവിധ ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയിമാരുടെ പേരും അവരുടെ പരിഷ്കാരങ്ങളും ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ: സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി. ദത്താവകാശ നിരോധന നിയമം ഡൽഹൌസി. ബാക്കിയുള്ളതും കൂടെ കറക്റ്റ് ചെയ്ത് പറയാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ആളാണ് ഹാർഡിഞ്ച് രണ്ടാമൻ. ഓർത്തു വെച്ചോണം, ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തതാണ് ഈ ഹാർഡിഞ്ച് രണ്ടാമൻ. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്നുകൂടി പറയാവേ. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. 4 പോയിന്റ്സും കറക്റ്റ് ചെയ്താൽ പറയുന്നത്. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി. ദത്താവകാശ നിരോധന നിയമം ഡൽഹൌസി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ആളാണ് ഹാർഡിഞ്ച് 2. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് ഏത്? ഓപ്ഷൻ സി 1951-52. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് ഏതാണ്? 1951-52. സർവകലാശാല വിദ്യാഭ്യാസം പഠിക്കാൻ നിയമിതമായ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? ഓപ്ഷൻ ബി രാധാകൃഷ്ണൻ കമ്മീഷൻ. സർവകലാശാല വിദ്യാഭ്യാസം പഠിക്കാൻ നിയമിതമായ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ. എൻ്റെ ഏകാംഗ സൈന്യം എന്ന് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ സി ഗാന്ധിജിയെ. എൻ്റെ ഏകാംഗ സൈന്യം എന്ന് ഗവർണർ മൗണ്ട് ബാറ്റൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗാന്ധിജിയെ. എൻ്റെ ഏകാംഗ സൈന്യം എന്ന് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗാന്ധിജിയെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 1955. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1955. 1953 UN പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആര്? ഓപ്ഷൻ എ വിജയലക്ഷ്മി പണ്ഡിറ്റ്. 1953 UN പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഭൂമിശാസ്ത്രപരമായ ഏതാനും രേഖകൾ ചുവടെ പറയുന്നു. ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാം? ഓപ്ഷൻ സി 2 മാത്രം. ഉത്തരായന രേഖ മാത്രമേ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുള്ളേ. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ ഏതാനും രേഖകൾ ചുവടെ പറയുന്നു. ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാമാണ്? 2 മാത്രം. ഉത്തരായന രേഖ. ഇന്ത്യയുടെ ഏതാനും അയൽ രാജ്യങ്ങളുടെ പട്ടിക ചുവടെ നൽകുന്നു. ഇന്ത്യയുമായി അതിർത്തി ദൈർഘ്യം കൂടിയവയിൽ നിന്ന് കുറഞ്ഞവയിലേക്ക് എന്നുള്ള ശരിയായ ക്രമം ഏത്?
ഓപ്ഷൻ സി ആണ് 3, 1, 2, 4. അതായത് ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ അങ്ങനെ വരും. ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ ഇങ്ങനെ വരും കേട്ടോ. ഇന്ത്യയുടെ ഏതാനും അയൽ രാജ്യങ്ങളുടെ പട്ടിക ചുവടെ നൽകുന്നു. ഇന്ത്യയുമായുള്ള അതിർത്തി ദൈർഘ്യം കൂടിയവയിൽ നിന്ന് കുറഞ്ഞവയിലേക്ക് എന്നുള്ള ശരിയായ ക്രമം 3, 1, 2, 4. അതായത് ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി 3 മാത്രം. ശരിയായ പ്രസ്താവന ഗാരോ ഖാസി കുന്നുകൾ മേഘാലയ സംസ്ഥാനത്തിലാണ്. അപ്പോൾ ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഗാരോ ഖാസി കുന്നുകൾ മേഘാലയ സംസ്ഥാനത്താണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നദിയാണ് മധ്യ ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഗംഗാ നദീവ്യൂഹത്തിന്റെ ഭാഗമായി മാറുന്നത്? ഓപ്ഷൻ എ ചമ്പൽ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നദിയാണ് മധ്യ ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഗംഗാ നദീവ്യൂഹത്തിന്റെ ഭാഗമായി മാറുന്നത്? ചമ്പൽ. ഏത് വിഭാഗത്തിലുള്ള പർവ്വതനിരയ്ക്ക് ഉദാഹരണമാണ് ഹിമാലയം? ഓപ്ഷൻ ബി മടക്കുപർവ്വതം. ഏത് വിഭാഗത്തിലുള്ള പർവ്വതനിരയ്ക്ക് ഉദാഹരണമാണ് ഹിമാലയം? മടക്കുപർവ്വതം. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിയമം ഏത്? ഓപ്ഷൻ സി വിവരാവകാശ നിയമം. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിയമം ഏതാണ്? വിവരാവകാശ നിയമം. പരോക്ഷ രീതിയിലെ തിരഞ്ഞെടുപ്പിന് ഉദാഹരണം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി നിയമസഭാ തിരഞ്ഞെടുപ്പ്. പരോക്ഷ രീതിയിലെ തിരഞ്ഞെടുപ്പിന് ഉദാഹരണം അല്ലാത്തതേതാണ്? നിയമസഭാ തിരഞ്ഞെടുപ്പ്. പരോക്ഷ രീതിയിലെ തിരഞ്ഞെടുപ്പിന് ഉദാഹരണങ്ങളാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, രാജ്യസഭാ തിരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കേട്ടോ. പരോക്ഷ രീതിയിലെ തിരഞ്ഞെടുപ്പുകൾക്ക് ഉദാഹരണം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, രാജ്യസഭാ തിരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ പ്രത്യക്ഷ രീതിയിലല്ലേ? കാരണം എല്ലാവരും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് ജനങ്ങളും മന്ത്രിമാരും എല്ലാവരും കൂടെ ചേർന്നല്ലേ നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുക്കുന്നത്. അത് പരോക്ഷമല്ലോ, പ്രത്യക്ഷ രീതിയല്ലേ വരുന്നത്. മറ്റേതെന്ന് പറയുമ്പോഴത്തേനും രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക, രാജ്യസഭയെ തിരഞ്ഞെടുക്കുക, പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ എല്ലാവരും കൂടി അല്ലല്ലോ. അപ്പോൾ അത് പരോക്ഷ രീതിയിലെ തിരഞ്ഞെടുപ്പാണ്. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. 2004 ജനുവരിയിൽ നിലവിൽ വന്ന 92ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകൾ എത്രയായി? ഓപ്ഷൻ ബി 22. 2004 ജനുവരിയിൽ നിലവിൽ വന്ന 92ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകൾ എത്രയായി? 22. ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. 97ാം ഭേദഗതിയിലൂടെ സഹകരണ സംഘങ്ങളെ ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏത്? ഓപ്ഷൻ എ 43B. 97ാം ഭേദഗതിയിലൂടെ സഹകരണ സംഘങ്ങളെ ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏതാണ്? 43B. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ സി 7ാം ഭേദഗതി. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 7ാം ഭേദഗതി. ഇത് ഓർത്ത് വയ്ക്കാൻ എൻ്റെ ഒരു ക്ലൂ ഉണ്ട്. ഞാൻ ഓർക്കുന്ന ക്ലൂ ആകട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടോന്നും എനിക്കറിഞ്ഞൂടാ. അതായത് ഭാഷ എന്ന് പറയുമ്പോൾ എന്താണ്? ലാംഗ്വേജ് അല്ലേ? അപ്പോൾ ലാംഗ്വേജിലെ എല്ല് ഇങ്ങനെയാണല്ലോ. എല്ലിനെ ഒന്ന് തിരിച്ചെഴുതുമ്പോൾ അത് 7 ആകത്തില്ലേ? എല്ലിനെ ഒന്ന് തിരിച്ചെഴുതുമ്പോൾ അതങ്ങനെ ഒരു 7ൻ്റെ ഷേപ്പ് വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഓർത്ത് വയ്ക്കാറുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 7ാം ഭേദഗതി. അപ്പോൾ ഭാഷ ലാംഗ്വേജിലെ എല്ലെടുത്ത് അങ്ങോട്ട് തിരിച്ചിടുക. അപ്പോൾ എല്ലിനൊരു 7ൻ്റെ ഷേപ്പ് കിട്ടുമല്ലോ. അപ്പോൾ എല്ലിനൊരു 7ൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ട് 7ാം ഭേദഗതി. ഓക്കെ. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ 26ാമത്തെ ഗവർണർ ആര്? ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്ര. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ 26ാമത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. (2025) ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻ സി ആർ വൈരമുത്തു. ഇത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്നത്തെ എല്ലാം കുറേ ദിവസങ്ങളായി ഞാൻ കറണ്ട് അഫയേഴ്സ് എടുക്കുമ്പോൾ എപ്പോഴും പറയുന്നുണ്ട്. പ്രത്യേകിച്ച്
ഇന്നെടുത്ത കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലും കൂടെ പറഞ്ഞതാണ് കേട്ടോ. 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാരാണ്? ആർ വൈരമുത്തു. നമ്മുടെ ഷോർട്സിൽ ഇതിട്ടിട്ടുണ്ട്, ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ ഇവിടെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഇവിടെ എപ്പോഴും ഞാൻ പഠിപ്പിക്കാറുള്ളൊരു ചോദ്യമാണ്. 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാരാണ്? ആർ വൈരമുത്തു. ഇമ്പോർട്ടൻ്റ് ആണ്. 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കായികമേളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി 2020 ക്രിക്കറ്റ് ലോകകപ്പ്. 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കായികമേളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 2020 ക്രിക്കറ്റ് ലോകകപ്പ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ കേരളം വളരുന്നു. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരളം വളരുന്നു. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതികളിൽ ഉൾപ്പെടുന്നവയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, മനസാക്ഷിയുടെ പൂക്കൾ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം. അപ്പം അതൊന്ന് പ്രത്യേകം ഓർത്ത് വെച്ചോണേ. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതികളിൽ ഉൾപ്പെടുന്നവ: 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, മനസാക്ഷിയുടെ പൂക്കൾ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം. ഒറ്റപ്പെട്ടത് ഏത്? ഓപ്ഷൻ ഡി തെലുങ്കുദേശം പാർട്ടി. ഒറ്റപ്പെട്ടത് തെലുങ്കുദേശം പാർട്ടിയാണ്. കാരണം തെലുങ്കുദേശം പാർട്ടി ഒരു പ്രാദേശിക പാർട്ടിയാണ്. ബാക്കി ആം ആദ്മി പാർട്ടി, CPIM, നാഷണൽ പീപ്പിൾസ് പാർട്ടി ഇതൊക്കെ ദേശീയ പാർട്ടികളാണ്. തെലുങ്കുദേശം പാർട്ടി ഒരു പ്രാദേശിക പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇതിൽ നിന്ന് ഒറ്റപ്പെട്ടത് കേട്ടോ. ബാക്കി 3 ദേശീയ പാർട്ടികളാണ്. തെലുങ്കുദേശം പാർട്ടി ഒരു പ്രാദേശിക പാർട്ടിയാണ്. ഓക്കെ. സ്നെൽസ് നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പ്രകാശം. സ്നെൽസ് നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രകാശം. സ്നെൽസ് നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രകാശം. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? വോൾട്ട്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഓപ്ഷൻ ബി എപ്പിഗ്ലോട്ടിസ്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? എപ്പിഗ്ലോട്ടിസ്. മീനമാത എന്ന രോഗത്തിന് കാരണമായ മൂലകം? ഓപ്ഷൻ സി മെർക്കുറി. മീനമാത എന്ന രോഗത്തിന് കാരണമായ മൂലകം ഏതാണ്? മെർക്കുറി. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റത്തിൽ പെടാത്തത്? ഓപ്ഷൻ ഡി വിറക് കത്തുന്നത്. ഭൗതിക മാറ്റത്തിൽ പെടാത്തത് വിറക് കത്തുന്നത്. താഴെ പറയുന്നതിൽ ഭൗതിക മാറ്റത്തിൽ പെടുന്നവയാണ് മെഴുകുരുകുന്നത്, ജലം നീരാവിയാകുന്നത്, ഉറച്ച നെയ്യ് ഉരുകുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. ഭൗതിക മാറ്റത്തിൽ പെടുന്നവ: മെഴുകുരുകുന്നത്, ജലം നീരാവിയാകുന്നത്, ഉറച്ച നെയ്യ് ഉരുകുന്നത്. ഈർക്കിൽ, പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തുമ്പോൾ അവയിൽ ജലം പറ്റിപ്പിടിച്ചിരിക്കാൻ കാരണം എന്ത്? ഓപ്ഷൻ സി അഡ്ഹിഷൻ ബലം. ഈർക്കിലി, പെൻസില് എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തുമ്പോൾ അവയിൽ ജലം പറ്റിപ്പിടിച്ചിരിക്കാൻ കാരണം എന്താണ്? അഡ്ഹിഷൻ ബലം. ഉമിനീരിൻ്റെ pH മൂല്യം? ഓപ്ഷൻ ഡി 6.2 മുതൽ 7.6 വരെ. ഉമിനീരിൻ്റെ pH മൂല്യം 6.2 മുതൽ 7.6 വരെ. അരുണരക്താണുക്കളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ആൻറ്റിജനുകളുടെ സാന്നിധ്യത്തെ അടിസ്ഥാനമാക്കിയാണ് രക്തത്തെ ഗ്രൂപ്പുകളായി തിരിക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ചത് ആര്? ഓപ്ഷൻ സി കാൾ ലാൻഡ് സ്റ്റെയ്നർ. അരുണരക്താണുക്കളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ആൻറ്റിജനുകളുടെ സാന്നിധ്യത്തെ അടിസ്ഥാനമാക്കിയാണ് രക്തത്തെ ഗ്രൂപ്പുകളായി തിരിക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ചത് ആരാണ്? കാൾ ലാൻഡ് സ്റ്റെയ്നർ. ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സൈക്ലോസ്പോറിൻ എ. ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് താഴെ പറയുന്നവയിൽ ഏതാണ്? സൈക്ലോസ്പോറിൻ എ. തന്നിരിക്കുന്നതിൽ അനൈശ്ചിക പേശി ഏത്? ഓപ്ഷൻ ബി ആമാശയത്തിലെ പേശി. തന്നിരിക്കുന്നതിൽ അനൈശ്ചിക പേശി ഏതാണ്? ആമാശയത്തിലെ പേശി. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളായ അഗ്രചവർണകം എത്ര എണ്ണമാണ്? ഓപ്ഷൻ ബി 8 എണ്ണം. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? അഗ്രചവർണകം.
ഈ അഗ്രചവർണകം എത്ര എണ്ണമാണ്? 8 എണ്ണം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. ഓപ്ഷൻ എ പ്രകീർണനം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനം. PSCയുടെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയതല്ല അല്ലേ? LGS ഒക്കെ നന്നായിട്ട് പഠിച്ചാൽ എല്ലാവർക്കും കയറി പറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ് എല്ലാം തന്നെ. കനൽ രശ്മികൾ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട ആറ്റോമിക കനാൽ രശ്മികൾ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട ആറ്റോമിക കണം ഏതാണ്? ഓപ്ഷൻ ബി പ്രോട്ടോൺ. കനാൽ രശ്മികൾ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട ആറ്റോമിക കണം ഏതാണ്? പ്രോട്ടോൺ. താഴെ പറയുന്നവയിൽ 3-ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി ചവണ. 3-ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ചവണ. കാർമോയിസിൻ എന്ന രാസവസ്തു ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത് ഏത് നിറം ലഭിക്കാനാണ്? ഓപ്ഷൻ എ ചുവപ്പ് നിറം. കാർമോയിസിൻ എന്ന രാസവസ്തു ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത് ഏത് നിറം ലഭിക്കാനാണ്? ചുവപ്പ് നിറം. ഏതാനും രോഗാവസ്ഥകൾ ചുവടെ നൽകുന്നു. തൊഴിൽജന്യ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ഓപ്ഷൻ എ 1, 2, 3. ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ്, ആസ്ബറ്റോസിസ്. അപ്പോൾ ഏതാനും രോഗാവസ്ഥകൾ ചുവടെ നൽകുന്നു. തൊഴിൽജന്യ രോഗങ്ങൾ ഏതൊക്കെയാണ്? ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ്, ആസ്ബറ്റോസിസ്. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് ഓപ്ഷൻ എ നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത്? ഓപ്ഷൻ ബി ലൂയി പാസ്റ്റർ. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ലൂയി പാസ്റ്റർ. ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഓപ്ഷൻ എ ഐസോബാർ. ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഐസോബാറുകൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റഡി വിൻ PSCയിൽ ഇനി വരുന്ന PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഡിഗ്രി പ്രിലിംസ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫീസർ എല്ലാം ഫ്രീ ക്ലാസ്സുകളാണ്. എല്ലാം യൂട്യൂബിൽ ആണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. എല്ലാം ഫ്രീ ക്ലാസ്സുകളാണ്. നിങ്ങൾ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സുകളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് വെച്ച് പഠിക്കാൻ എളുപ്പമായിരിക്കും. പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് എല്ലാ നോട്ട്സുകളും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സുകളും ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. പറ്റുമ്പോഴൊക്കെ ടെലഗ്രാം ചാനലിൽ ക്വസ്റ്റ്യൻസ് ക്വിസ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക. ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ്സുകളും കൂടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. കോച്ചിങ്ങിനൊക്കെ പോകേണ്ടവരൊക്കെ പോകുക കേട്ടോ. കോച്ചിങ്ങിന് പോകുന്നതൊന്നും തെറ്റൊന്നുമല്ല, തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുന്നവർ പഠിച്ചു. കാരണം അതൊരു കോച്ചിങ് സെൻറ്ററിൽ ഒന്ന് പോയി പഠിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.